ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ചു, നീ പറഞ്ഞ എല്ലാം ഉണ്ടോന്ന് നോക്ക്. എല്ലാം വാങ്ങിച്ചോ? എല്ലാം ഉണ്ട്, നോക്ക്. അതെ, വീഴാതെ പിടിച്ചിരുന്നോണം. അയ്യേ, അതൊക്കെ എനിക്കറിയാം. അതെ, എന്റെ മോൾ റോഡിലോട്ട് നോക്കി വണ്ടി ഓടിച്ചാ മതി. ഓ, അവള് വലിയൊരു വണ്ടിക്കാരി. അച്ഛമ്മേ, ഞാൻ അച്ഛമ്മയോട് ഒരു കാര്യം പറയണമെന്ന് കരുതിയിരിക്കുവായിരുന്നു. എന്താടി? ഇന്ദുക്കുട്ടിയുടെ കാര്യം തന്നെയാ. സ്കൂളിൽ ചില സമയത്തൊക്കെ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നത് കാണാം. എന്താന്ന് ചോദിച്ചാ ഒന്നും പറയുകയില്ല. അമ്മയെക്കുറിച്ചാണെന്ന് എനിക്കറിയാം. അവക്ക് എല്ലാരും ഉണ്ടടി. അമ്മുക്കുട്ടി ആതിരയുടെ മോളാണെന്ന് തിരിച്ചറിഞ്ഞ ശേഷം സ്വന്തം മോളെ പോലെയാ സച്ചി ഇന്ദൂട്ടിയെ വളർത്തുന്നത്. അവളുടെ എല്ലാ കാര്യത്തിലും അവൻ എപ്പോഴും ശ്രദ്ധിക്കുന്നുമുണ്ട്. പിന്നെ ആതിരയും സന്ദീപും അവരോട് ഒരു സ്നേഹക്കുറവ് ഇതുവരെയും കാണിച്ചിട്ടില്ല. കുഞ്ഞുനാളിലെ ആ പാവത്തിന് അമ്മ ഒളിച്ചോടി പോയെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചത് വലിയ തെറ്റായിപ്പോയി. അല്ലാതെ പിന്നെ എന്തു പറയാനാ? അമ്മക്കുട്ടിയെ ആതിരയും സന്ദീപും കൂടെ കൊഞ്ചിക്കുകയും ലാളിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ട് എനിക്ക് അമ്മയില്ലേന്ന് ഒരു ദിവസം അവൾ എന്നോട് ചോദിച്ചു. ഞാൻ പിന്നെ മോളോട് എന്ത് പറയാനാ? ഒടുവിൽ എന്റെ അമ്മ എവിടെ പോയെന്ന് ചോദിച്ച് കരയാൻ തുടങ്ങിയപ്പോഴാ അമ്മയെ കാണാതായ കാര്യം ഞാൻ പറഞ്ഞത്. പാവം, അവളൊന്ന് വിശ്വസിക്കുകയും ചെയ്തു. എന്തെങ്കിലും അർച്ചനന്റെ തിരിച്ചു വന്നാ അമ്മുക്കുട്ടിയോട് പണ്ട് കാണിച്ച അതേ സ്നേഹം ഇപ്പൊ ഇന്ദുക്കുട്ടിയോട് കാണിക്കുമെന്ന് അച്ഛമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അതിനെന്താ സംശയം? എന്റെ മോൾ അവളോട് ഒരു വ്യത്യാസവും കാണിക്കത്തില്ല. ഇതുവരെയായിട്ടും അവളെ എന്റെ കൊച്ചുമോളായിട്ട് തന്നെ ഞാനും കണ്ടിട്ടുള്ളൂ. അർച്ചനന്റെ എത്രയും പെട്ടെന്ന് ഒന്ന് വന്നാ മതിയായിരുന്നു. വരും, അവള് വരാതിരിക്കത്തില്ല. വരും. ആ, അച്ഛമ്മ കേറ്. കേറിക്കോ, കേറിക്കോ. ഇറങ്ങിക്കോ. ഓ, നീ വരുന്നില്ലേ? ഇല്ല, അച്ഛമ്മ തന്നെത്താൻ അങ്ങ് പോയി വാങ്ങിച്ചാ മതി. ആ പിന്നെ അതെ, ഇന്നെങ്കിലും ഒന്നും മറക്കരുത്. നീ എന്നെ അങ്ങനെ കളിയാക്കണ്ട കേട്ടോ. കളിയാക്കിയതൊന്നും അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. ഓഹോ, ഇന്നിനി സവാള വാങ്ങാൻ പച്ചമുളക് വാങ്ങാൻ മറന്നു എന്നൊന്നും പറഞ്ഞേക്കരുത്. ആ, നീ പോടി പെണ്ണേ, ഞാൻ ഒന്നും മറക്കത്തില്ല. അതെ, മറക്കാതിരിക്കാനായിട്ടേ വേണ്ടത് എന്തൊക്കെയാണെന്നുള്ള ലിസ്റ്റ് ഞാൻ കുറിപ്പാക്കി എഴുതി ദാ ഈ പേഴ്സിൽ വെച്ചിട്ടുണ്ട്. അയ്യോ, പേഴ്സ് എടുക്കാൻ മറന്നു. പേഴ്സ് ഇതായിരിക്കുന്ന അച്ഛമ്മേ. അതെന്തായാലും നന്നായി, ഞാൻ പോവാ. പിന്നെ എന്റെ കണ്ണാടിന്റെ കാര്യം ഇന്നെങ്കിലും നീ മറക്കരുത് കേട്ടല്ലോ. ആഹാ, നോക്കാന്നോ? പൊടി പൊക്ക. അച്ചു, നീ പറഞ്ഞ എല്ലാം ഉണ്ടോന്ന് നോക്ക്. എല്ലാം വാങ്ങിച്ചോ? എല്ലാം ഉണ്ട്, നോക്ക്. കുടഞ്ഞിട്ട് നോക്കടി. ഇടുവല്ലേ? കണ്ടോ? അല്ല, കത്തിരിക്ക എവിടെ? അതിനകത്ത് ഉണ്ടടി, നോക്ക്. അമ്മ ഒന്ന് കാണിച്ചോ. അതിനകത്തുണ്ടായിരുന്നല്ലോ. അയ്യോ, ക്യാപ്സിക്കം വാങ്ങണമെന്ന് പറഞ്ഞായിരുന്നു. അതൊക്കെ അതിനകത്തുണ്ട്. അതെവിടെ? എടി, അതിൽ നോക്കടി. അതും കാണിച്ച. അയ്യോ, ഞാൻ വാങ്ങിച്ചതാണല്ലോ. ഞാൻ അങ്ങേരോട് പറഞ്ഞതാണല്ലോ. അമ്മേ, വാങ്ങാൻ മറന്നിട്ട് ചുമ്മാ അഭിനയിക്കല്ലേ? ഞാൻ മറന്നതല്ലെന്ന്, അവൻ മറന്നതാ. കടക്കാരെ മറന്നതാ. അവൻ തരാത്തതാ. അവന്റെ സ്ഥിരം പരിപാടിയാ. ആ, സത്യം. അല്ലാതെ കിട്ടാതിരിക്കേണ്ടതല്ലോ. ഞങ്ങളൊന്നും പോകുമ്പോ ഇത് സംഭവിക്കുന്നില്ലല്ലോ. ആ, അതെന്താണ്? ഞാൻ എപ്പോ ചെന്നല്ലോ അവനങ്ങനെയാ, ഒരു സാധനം മറക്കും. അമ്മ മറന്നു, അതങ്ങ് സമ്മതിച്ചാ മതി.
പോടി ഉള്ളത് കൊണ്ട് വെക്കും. ഇതാര്? കമലേച്ചിയോ? എന്താ വേണ്ട ചേച്ചി? പിന്നെ എനിക്ക് കുറച്ച് സവാള വേണം, പിന്നെ തക്കാളി വേണം. തക്കാളി കഴിഞ്ഞ ദിവസം 2 കിലോ കൊണ്ടുപോയത്. ആണോ? ഇത്ര വട്ടം തീർന്നോ? അയ്യോ, അത് ഞാനങ്ങ് മറന്നുപോയി. എന്നാ പിന്നെ തക്കാളി വേണ്ട. പിന്നെ പച്ചമാങ്ങ വന്നിട്ടുണ്ടോ? അത് കുറച്ചെടുത്തോ. അച്ചാറിടാലോ, പിള്ളേർക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകണല്ലോ. പിന്നെ കത്രിക്ക വേണം. മുരിങ്ങക്ക കുറച്ച് വേണം. പിന്നെന്താ? എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? ഇതെല്ലാം കൂടി ഒരു കടലാസ് എഴുതി തന്നാ പോരെ? അയ്യോ, അത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത്. ഇനി ഞാനൊന്നും മറക്കത്തില്ല. ദേ നോക്ക്, എല്ലാം ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. കുറിപ്പടി എവിടെ? അയ്യോ സോറി, കുറിപ്പടി എഴുതിയ കടലാസേ മേശപ്പുറത്തിരിക്കുക, എടുക്കാൻ മറന്നു. കൊള്ളാം, അപ്പൊ പഴയതുപോലെ തന്നെ കാര്യങ്ങള്. ഓർത്തു പറഞ്ഞോ, ഞാൻ എടുത്തുതരാം. എന്നാ പിന്നെ കുറച്ച് ക്യാരറ്റ് എടുത്തോ. മതിയോ? പിന്നെ എന്തോ കുറച്ചുകൂടെ എടുത്തോ. അത് സാലഡ് വിളരിയല്ലേ? സാലഡ് വിളരി 2 മതിയോ? എന്തോ ക്യാബേജാ, വീട്ടിൽ കൊണ്ടുപോയി തോരൻ വെക്കാം. അമ്മേ, എനിക്കൊരു നോട്ട്ബുക്ക് വാങ്ങണം. അല്ല, 2 വേണം. ലൈൻ ഇട്ടതേ. അച്ഛനോട് പറ. വാങ്ങാം. ആ ജംഗ്ഷനിൽ നിർത്തിയാ മതി. അവിടെ ആ സൂപ്പർ മാർക്കറ്റിൽ ബുക്സ് ഉണ്ട്, നമുക്ക് അവിടെ നിന്ന് വാങ്ങാം. അമ്മേ, പിന്നെ എനിക്കൊരു ചോക്ലേറ്റും കൂടെ വാങ്ങണേ. ഈയിടെ പൊന്നുമോള് കുറച്ച് അധികം ചോക്ലേറ്റ് കഴിക്കുന്നുണ്ട്. ആനുവൽ എക്സാമിന്റെ മാർക്ക് വരുമ്പോഴും ഇതൊക്കെ കണ്ടാ മതി. അതൊക്കെ അവള് നോക്കിക്കോളും, അല്ലേ മോളെ? പിന്നെ അല്ലാതെ, ഈ അച്ഛനൊന്നും അറിയില്ല. രണ്ടുപേരുടെ തന്നെ കളിയാക്കിക്കോ, അച്ഛനും കളിയാക്കാൻ സമയം കിട്ടും. ഞാൻ പോയി ബുക്ക് വാങ്ങിച്ചിട്ട് വരാം. അച്ഛാ, ഞാനും കൂടെ പോയി ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചിട്ട് വരട്ടെ. ഹലോ, 2 ലൈനിട്ട നോട്ട്ബുക്ക് വേണേ. അമ്മേ, എനിക്ക് ചോക്ലേറ്റ് വേണം. വേറെ എന്തെങ്കിലും വേണോ? ഒരു ചോക്ലേറ്റ് കൂടെ അവിടെ ഉണ്ട്, എടുത്തോ.